പണ്ട് ദാരിദ്ര്യം മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന ഗോപിനാഥൻ എന്നൊരു പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ലോക സമ്പത്തെല്ലാം അന്യമായിരുന്നെങ്കിലും ഹൃദയം നിറഞ്ഞ മഹാദേവനോടുള്ള അചഞ്ചലമായ ഭക്തിയായിരുന്നു. കുടുംബത്തിന് ഒരു നേരത്തെ കഞ്ഞിക്ക് വക കണ്ടെത്താൻ പോലും കഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം എല്ലാ തിങ്കളാഴ്ചയും വ്രതമെടുത്ത് തന്റെ പക്കലുള്ള ഒരു ചെറിയ പിടി അരിയും കൂവളത്തിലെയും ഭക്തിയോടെ ഭഗവാൻ ശിവന് സമർപ്പിക്കും. ഇതുകണ്ട് ഗ്രാമത്തിലെ ധനികർ സ്വന്തം വയറു നിറയ്ക്കാൻ കഴിവില്ലാത്ത നീ എന്തിനാണ് ദൈവത്തിന് കാഴ്ച വയ്ക്കുന്നത് എന്ന് പറഞ്ഞ് ഗോപിനാഥനെ കളിയാക്കി. എന്നാൽ അദ്ദേഹം ശാന്തമായി മറുപടി പറഞ്ഞു, മഹാദേവൻ തേടുന്നത് ധനമല്ല, ഈ പാവപ്പെട്ടവന്റെ ഹൃദയത്തിലുള്ള നിഷ്കളങ്കമായ ഭക്തി മാത്രമാണ്. അങ്ങനെയിരിക്കെ ഭക്തിയുടെ മാസമായ ശ്രാവണ മാസം വന്നു ചേർന്നു. ഗ്രാമത്തിലെങ്ങും ഉത്സവത്തിന്റെ ആരവമായിരുന്നു. ധനികർ ഭക്തർക്കായി പലതരം വിഭവങ്ങൾ ഒരുക്കി വലിയ സദ്യകൾ നടത്തി. അതിന്റെ മനം മയക്കുന്ന ഗന്ധം ഗോപിനാഥന്റെ കുടിലിൽ വാതിക്കലും എത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ മഹാദേവന് ഒരു നേരത്തെ നല്ല ഭക്ഷണം സമർപ്പിക്കാൻ എനിക്കായില്ലല്ലോ. ഈ ശ്രാവണ മാസത്തിൽ പോലും എന്റെ ദാരിദ്ര്യം എനിക്ക് തടസ്സമായല്ലോ. ദുഃഖിതനായ അദ്ദേഹം അടുക്കളയിൽ നോക്കി. ആകെയുള്ളത് ഒരു പിടി അരിയും അല്പം പരിപ്പും മാത്രം. ഇത് കണ്ട അദ്ദേഹത്തിന്റെ ഭാര്യ നിറ കണ്ണുകളോടെ അദ്ദേഹത്തോട് പറഞ്ഞു, നാഥ, ഇത് നമുക്കെല്ലാവർക്കും കൂടി ഒരു നേരം കഷ്ടിച്ച് കഴിക്കാനുള്ളതേ ഉള്ളൂ. ഇത് മഹാദേവന് സമർപ്പിച്ചാൽ ഇന്ന് നമ്മുടെ മക്കൾ വിശന്നിരിക്കും. ആ മാതാവിന്റെ വേദന ഗോപിനാഥന് താങ്ങാനായില്ല. ഗോപിനാഥൻ ആ മാതാവിന്റെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, പ്രിയേ, അളവിലല്ല കാര്യം, നമ്മൾ അത് സമർപ്പിക്കുന്ന സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആഴത്തിലാണ്. ഇന്ന് രാത്രി മഹാദേവൻ ഒരു അതിഥിയായി നമ്മുടെ ഈ കുടിലിൽ വന്നാൽ അദ്ദേഹത്തിന് ഈ ഭക്ഷണം ഒരു രാജകീയ വിരുന്നായി മാറും. ഗോപിനാഥൻ ഭാര്യയുടെ ദുഃഖം മാറ്റിക്കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പിടി അരിയും പരിപ്പും കൊണ്ട് സ്നേഹത്തോടെ ഭക്ഷണം പാകം ചെയ്തു. സ്വന്തം കുടുംബം അത്താഴം ഉപേക്ഷിച്ച് ഭഗവാനിൽ മനസ്സർപ്പിച്ച് ഉറങ്ങാൻ കിടന്നു. ആ രാത്രിയിൽ വാതിക്കൽ മുട്ടുകേട്ട് ഗോപിനാഥൻ തുറന്നപ്പോൾ ക്ഷീണിച്ചവശനായ ഒരു സന്യാസിയും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വിശക്കുന്നുണ്ടെന്ന് സന്യാസി പറഞ്ഞപ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കാതെ ഗോപിനാഥൻ മഹാദേവന്റെ അതിഥിയായി കണ്ട് തന്റെ പക്കലുണ്ടായിരുന്ന ആ ഭക്ഷണം മുഴുവൻ നിറഞ്ഞ ഭക്തിയോടെ അവർക്ക് രണ്ടുപേർക്കുമായി നൽകി. ഇത് ഹൃദയം തുറന്നുള്ള എന്റെ സമർപ്പണമാണ്, ദയവായി സ്വീകരിക്കുക എന്ന് അദ്ദേഹം മനസ്സിൽ മഹാദേവനോട് പ്രാർത്ഥിച്ചു. തുടർന്ന് സന്യാസിയും ഭാര്യയും സന്തോഷത്തോടെ ആ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അവർ ഓരോ ഉരുള കഴിക്കുന്തോറും ആ സന്യാസിയുടെയും ഭാര്യയുടെയും രൂപത്തിന് മാറ്റം വന്നു തുടങ്ങി. കുടിലിനുള്ളിൽ ഒരു ദിവ്യ പ്രകാശം പരന്നു. ഗോപിനാഥന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. അവിടെ സാക്ഷാൽ മഹാദേവനും ഒപ്പം പുഞ്ചിരിക്കുന്ന മുഖവുമായി പാർവതി ദേവിയും പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് മഹാദേവൻ സ്നേഹത്തോടെ ഗോപിനാഥനോട് പറഞ്ഞു, ഗോപിനാഥ, സ്നേഹത്താൽ പാകം ചെയ്ത നിന്റെ ഈ ഭക്ഷണം സ്വർഗത്തിലെ അമൃതിനേക്കാൾ മധുരമുള്ളതാണ്. നിന്റെ വീട്ടിൽ ധ്യാനങ്ങൾക്ക് കുറവുണ്ടായേക്കാം, പക്ഷേ നിന്റെ ഹൃദയം ഭക്തിയാൽ നിറഞ്ഞിരിക്കുന്നു. നിന്റെ നിഷ്കളങ്കമായ ഈ ഭക്തിയാണ് എന്റെ ഏറ്റവും വലിയ നിധി. തുടർന്ന് മാതാ പാർവതി സന്തോഷത്തോടെ ഗോപിനാഥനെ അനുഗ്രഹിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരിക്കലും ധാന്യങ്ങൾക്ക് കുറവുണ്ടാകില്ലെന്നും മക്കൾ സന്തുഷ്ടരായി ജീവിക്കുമെന്നും അനുഗ്രഹിച്ച് ആ ദിവ്യരൂപങ്ങൾ അവിടെ നിന്നും മറഞ്ഞു. അന്നു മുതൽ ഗോപിനാഥന്റെ വീട്ടിലെ കലവറ അത്ഭുതകരമായി നിറഞ്ഞു. ദാരിദ്ര്യം നീങ്ങി. അദ്ദേഹത്തെ കളിയാക്കിയ ഗ്രാമവാസികൾ പോലും ഭക്തിയുടെ ഈ ശക്തി കണ്ട് അദ്ദേഹത്തെ ആദരിച്ചു. ഭഗവാൻ സ്വർണം പോലുള്ള കാഴ്ചകളിലല്ല, ഒരു ഭക്തന്റെ സ്നേഹത്തിലും ആത്മാർത്ഥമായ വിശ്വാസത്തിലുമാണ് പ്രസാദിക്കുന്നത്. നിഷ്കളങ്കമായ ഭക്തിക്ക് മുന്നിൽ ദാരിദ്ര്യം പോലും വഴിമാറും. ഹർ ഹർ മഹാദേവ്. ഓം ഗൗരി ശങ്കരായ നമഃ.